1. എൻ്റെ ഉമ്മ തന്നയച്ച മീനച്ചാർ. എൻ്റെ സൈനുവിൻ്റെ നാരങ്ങ അച്ചാർ. എൻ്റെ ചങ്കു പൊള്ളിപ്പോയി. ചങ്കു പൊള്ളിപ്പോയി എന്ന പ്രയോഗത്തിൻ്റെ ആശയത്തോട് ഏറ്റവും യോജിച്ചത് ഏത്? ഉത്തരം അതിതീവ്രമായ മനോവേദന. 2. ചുവടെ ചേർത്തെഴുതിയ പദങ്ങൾ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം തനിച്ച് ഇരിക്കാൻ, തനിച്ചിരിക്കാൻ. 3. ഒരു പക്ഷേ എൻ്റെ ആദി കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം. നജീബിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നതെന്ത്? ഉത്തരം നജീബിനേക്കാൾ ദുർബലമായ മനസ്സാണ് ഹക്കീമിൻ്റേത്. 4. വിദഗ്ധനായ ഒരു കലാകാരൻ്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിൻ്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട്. അടിവരയിട്ട പ്രയോഗം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥം എന്താണ്? ഉത്തരം സർഗാത്മകതയുടെ അടയാളം. 5. നൂറുകണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു. അത് ആകെ പിന്തള്ളുന്നത് സ്വന്തം പുകക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രമാണ്, മണൽ കൂനകൾക്കടിയിലൂടെ. ഈ വാക്യങ്ങളിൽ നിന്ന് വാഹനത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നതെന്ത്? ഉത്തരം പഴഞ്ചനും വേഗത കുറഞ്ഞതുമായ വാഹനം. 6. എത്ര നാളായി ഞാനിങ്ങ് പോന്നിട്ട്, എത്ര നാളായി ഞാനിങ്ങ് പോന്നിട്ട്. 2 വാക്യത്തിലെയും ചിഹ്നങ്ങൾ സന്ദർഭത്തിന് നൽകുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്തുക. രണ്ടാമത്തെ വാക്യത്തിൽ ചോദ്യചിഹ്നം ചോദ്യത്തെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ വാക്യത്തിൽ ആശ്ചര്യചിഹ്നം ഉത്തരം പ്രതീക്ഷിക്കാതെ ചോദ്യരൂപത്തിലുള്ള വാക്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. 7. ശാന്തി നികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല. ശാന്തി നികേതനം. മുകളിൽ നൽകിയ വാക്യം വിശകലനം ചെയ്ത് ശാന്തി നികേതനം വിശ്വവിദ്യാലയമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കുക. ഉത്തരം പ്രകൃതിയുടെ ഭാഗമായി മാറുന്ന പഠനം. മാനവിക മൂല്യങ്ങളും ഉത്തരവാദിത്വ ബോധവും ഉള്ള കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള പങ്ക്. 8. ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു. ഹിമാലയൻ യാത്ര എന്ന പ്രയോഗത്തിൻ്റെ പൊരുളെന്ത്? ഉത്തരം ഹിമാലയത്തിലൂടെ ഉള്ള 2 മാസത്തെ യാത്ര. യാത്രയുടെ ദൈർഘ്യം, തീവ്രത, ക്ലേശം. 9. വണ്ടിക്കടുത്തെത്തിയതും അർബാബ് എൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരേറ് വെച്ചു കൊടുത്തു. ആ നിലവിളി അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി. മണൽ കൂനകൾക്കിടയിലൂടെ. പാഠസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് അർബാബിൻ്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം അർബാബിൻ്റെ മോശം പെരുമാറ്റം. മുൻ സീറ്റിൽ കയറാൻ ഒരുങ്ങിയ നജീബിനെ വണ്ടിയുടെ പിറകുവശത്തേക്ക് തള്ളിയിടുന്നത്. ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയിലെ പിറകുവശത്തേക്ക് എറിഞ്ഞത്. യാത്രയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാനും അടിസ്ഥാന ആവശ്യങ്ങൾ വിശപ്പ്, ദാഹം എന്നിവ നിറവേറ്റാനോ തയ്യാറാവാത്തത്. ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. 10. പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുൽമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും. ശാന്തി നികേതനം. SK പൊറ്റക്കാട് അവതരിപ്പിക്കുന്ന പ്രകൃതി ഭംഗി കേരളത്തിൽ ഇന്നും കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ആരെയും ആകർഷിക്കുന്ന കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി. വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിക്ക് മേൽ മനുഷ്യൻ നടത്തുന്ന ആധിപത്യം, അപ്രതീക്ഷിതമാകുന്ന ഗ്രാമങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. 11. സ്മാരകം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് മുന്നേറുന്ന അപ്പൂപ്പൻ താടി. പറക്കലിനിടയിൽ വീണു പോകുന്നുവെങ്കിലും ഇല്ലാതാവുന്നില്ല. ആരോരുമറിയാതെ വളർന്ന എല്ലാവർക്കും തണലായി മാറുന്നു. പുതിയ വിത്തുകൾ ഉണ്ടായി അപ്പൂപ്പൻ താടി വീണ്ടും യാത്ര തുടരും. പുതിയ ദിശകളിലേക്ക് പുതിയ തലമുറയെ പറത്തുന്ന മരമായി അത് മാറും. കാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന അപ്പൂപ്പൻ താടി അങ്ങനെ ഒരു സ്മാരകമായി മാറുന്നു. 12. പ്രകൃതിയോട് ഇണങ്ങിയ വിദ്യാലയം. 1-ാം തരം ഗ്രന്ഥശാല. വൃത്തിയായി സജ്ജമാക്കി വെച്ച പ്രത്യേക ഇരിപ്പിടങ്ങൾ. ശാന്തി നികേതനം. ശാന്തി നികേതനത്തിലെ ഈ കാഴ്ചകൾ നിങ്ങളുടെ വിദ്യാലയ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുക. ഉത്തരം ശാന്തി നികേതനത്തിലെ സവിശേഷതകൾ, സ്വന്തം വിദ്യാലയത്തിലെ സവിശേഷതകൾ, സ്വന്തം കാഴ്ചപ്പാട് എന്നിവ ഉൾപ്പെടുത്തി വിശകലനം ചെയ്യുക. 13. കുലുങ്ങി കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. എന്തൊരു യാത്രയാണിത് എൻ്റെ പടച്ചോനെ. മണൽക്കൂനകൾക്കിടയിലൂടെ. ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു. വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ, പീടികത്തിണ്ണയിലെ ചായക്കടയിൽ അന്തിയുറങ്ങാൻ, കാടുകളുടെ താളം തേടി. തന്നിരിക്കുന്ന യാത്രാ അനുഭവങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം 2 യാത്രകളുടെയും വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിജീവനത്തിനും ഉപജീവനത്തിനും വേണ്ടി നടത്തുന്ന യാത്ര.
അറിവ് നേടുന്നതിനും ദേശങ്ങളുടെ സംസ്കൃതിയും ചരിത്രവും തേടിയുള്ള യാത്ര. 2ലെയും വ്യത്യസ്ത അനുഭവങ്ങൾ, സ്വന്തം കാഴ്ചപ്പാട് എന്നിവ ഉൾപ്പെടുത്തുക. 14. ശാന്തി നികേതനം എന്ന പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് മുകളിൽ നൽകിയ നിരീക്ഷണം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം എഴുതേണ്ട രീതി: SK പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. വർണ്ണനകൾ, വാഗ്മയ ചിത്രങ്ങൾ, താരതമ്യങ്ങൾ. ആലങ്കാരിക ഭാഷയിൽ വേണം എഴുതാൻ. സ്വന്തം കാഴ്ചപ്പാട് എഴുതേണ്ടതായിട്ടുണ്ട്. 15. 12 വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിലെത്രയോ അധികം അനുഭവ പാഠങ്ങൾ 2 മാസ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു. കാടുകളുടെ താളം തേടി. സുജാത ദേവിയുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് സുഹൃത്തിന് കത്ത് തയ്യാറാക്കുക. ഉത്തരം: പ്രധാനമായും കത്തിൻ്റെ ഘടന പാലിക്കുക. സുജാത ദേവിയുടെ ലേഖനത്തിലെ യാത്രാനുഭവം വ്യക്തമാക്കുക. സ്വന്തം യാത്രാനുഭവം വൈകാരികമായി അവതരിപ്പിക്കുക. യാത്രയിലെ അനുഭൂതികൾ, അറിവുകൾ എന്നിവ പങ്കുവെച്ചുകൊണ്ട് യാത്രയിലെ അനുഭവങ്ങൾ നൽകിയ പാഠം എന്തൊക്കെയാണെന്ന് എഴുതുക. സ്വന്തം നിരീക്ഷണവും ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. 16. സ്മാരകം എന്ന കവിതയും ഗാന്ധിജിയുടെ ദർശനവും അടിസ്ഥാനമാക്കി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഉത്തരത്തിൽ പ്രഭാഷണത്തിൻ്റെ ഘടന പാലിക്കുക. സ്മാരകം എന്ന കവിതയിലെയും ഗാന്ധിജിയുടെ വാക്യങ്ങളിലെയും ആശയം വിശകലനം ചെയ്യുക. കാലത്തെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന അപ്പൂപ്പൻ താടിയുടെ ജീവിതപാഠം, സമകാലിക സംഭവങ്ങളും സ്വന്തം കാഴ്ചപ്പാടും എഴുതുക. 17. ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ്. മണൽക്കൂനകൾക്കിടയിലൂടെ. സൂചനകളും പാഠഭാഗത്തെ മറ്റ് സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് നജീബ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ഉത്തരത്തിൽ നജീബ് എന്ന കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം, മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ബന്ധം, നജീബിൻ്റെ ജീവിതാവസ്ഥ, നജീബിൻ്റെ നിസ്സഹായാവസ്ഥ, ദയനീയാവസ്ഥ, പ്രതീക്ഷ കൈവെടിയാത്ത മനസ്സ്, ശുഭാപ്തി വിശ്വാസം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാട് ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക.